ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നാസ്റ്റിക്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന വലിയൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അതിൽ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വേർഡ്സും യൂസസും എക്സാമ്പിൾസും അങ്ങനെ ഒരുപാട് വൈഡായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നലെ നമ്മൾ ആ ടോപ്പിക്ക് അങ്ങ് ക്ലോസ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇന്റർജെങ്ഷൻ എന്ന ഒരു കൊച്ചു ടോപ്പിക്കാണ്. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏറ്റവും ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഏതാണ്? ഇന്റർജെങ്ഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഏതാണ് ഇന്റർജെങ്ഷൻ എന്ന് നോക്കാം. An interjection is a word or phrase that expresses a feeling or reaction. That means a word that expresses sudden emotions and feeling. Usually a mark or explanation follow an interjection. അപ്പോൾ എന്താണ് ഇന്റർജെങ്ഷൻ എന്നുകൊണ്ട് പറയുന്നത്? An interjection is a word or phrase that expresses a feeling or reaction. That means a word that expresses sudden emotions and feelings. അപ്പം എന്താണ്? ഒരു വികാരം അല്ലെങ്കിൽ പ്രതികരണം, പെട്ടെന്നുള്ള റിയാക്ഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർജെങ്ഷൻ എന്ന് പറയുന്നുള്ളത്. മനസ്സിലായോ? ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സ്, ഇമോഷൻസ് ആകാം, ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ ദേഷ്യമാവാം, അങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന എന്തുമാവട്ടെ. ചിലപ്പോൾ സങ്കടമാവും, ചിലപ്പോൾ സന്തോഷമാവും, ചിലപ്പോൾ ദേഷ്യമാവും, ചിലപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആവും. അങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന ആ ഒരു റിയാക്ഷൻസിനെ എല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? ഇന്റർജെങ്ഷൻസ് ആണ് വിളിക്കുന്നത്. നമ്മൾ ഏതൊരു ഇമോഷൻസും എന്താണ്, നമ്മളെ ടൂണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതുപോലെ സന്തോഷമാണെങ്കിലും അങ്ങനെ വരുന്ന ഏതൊരു ഇമോഷൻസും എന്താണ്, നമുക്ക് നമ്മളെ ടൂണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഭംഗിയുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോൾ എന്താ പെട്ടെന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? നല്ല ആശ്ചര്യത്തോട് കൂടിയിട്ട് എന്തൊരു ഭംഗിയാ എന്ന് പറയും അല്ലേ. വാട്ട് എ ബ്യൂട്ടി എന്ന് പറയും. വാവ്, ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നമ്മൾ ആശ്ചര്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പെട്ടെന്ന് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ആയാലും അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആയാലും എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒന്ന് നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആശ്ചര്യത്തോടെയാണ് പ്രതികരിക്കുക. ഇങ്ങനെ എന്തൊരു ഭംഗിയാ, വാട്ട് എ ബ്യൂട്ടി, വാവ്, ബ്യൂട്ടിഫുൾ. ആ ഒരു എന്താണ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ്, ആ ഒരു ടേംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർജെങ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ എന്താണ് ഇന്റർജെങ്ഷൻ എന്ന് പറയുന്നത്? ഈ ഇന്റർജെങ്ഷൻസിനൊക്കെ നമ്മൾ റൈറ്റിങ്ങിൽ കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചാണ് ഇന്റർജെങ്ഷൻസിനെ നമ്മൾ റൈറ്റിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? റൈറ്റിങ്ങിൽ നമ്മൾ ഇന്റർജെങ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? എക്സ്ക്ലമേഷൻ മാർക്സ് ഉപയോഗിച്ചാണ്. എന്താണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക്? അത് നമുക്കൊരു ടോപ്പിക്കായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പല ടോപ്പിക്കിൻ്റെയും കൂടെ നമുക്ക് എന്താണ് എക്സ്ക്ലമേഷൻ മാർക്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ആശ്ചര്യചിഹ്നം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് ഒരു 1 എന്നൊരു അല്ലെങ്കിൽ ഐ എന്നത് തിരിച്ചിടുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. നമ്മുടെ സ്മോൾ ലെറ്റർ ഐ തിരിച്ചിടുക, താഴെ ഡോട്ട് വരുന്ന രീതിയിൽ. അതാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത്. മനസ്സിലായോ എന്താണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്? അപ്പോൾ ഇന്റർജെങ്ഷൻ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ആ ഒരു രീതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർജെങ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. വാവ്, ഹേയ്, ഹോ, വാട്ട് എ ബ്യൂട്ടി, അലാസ്. വാവ്, ഹേയ്, ഹോ, അലാസ്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർജെങ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. വാവ്, നമ്മൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്നൊരു വാക്കാണ് അല്ലേ വാവ്. അതുപോലെ ഹേയ്, ജോയ്, ആങ്കർ, സർപ്രൈസ് എന്നിങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ദേഷ്യം വരുന്ന സമയത്തും സർപ്രൈസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഹേയ് എന്നൊരു ടേം ഉപയോഗിക്കാറുണ്ട്. ഹോ, സർപ്രൈസ് വരുമ്പോൾ നമ്മൾ ഹോ എന്ന ടേമിനെ ഉപയോഗിക്കാറുണ്ട്. അലാസ്, അതും അതുപോലെ തന്നെ ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് വാവ്, ഹേയ്, ഹോ,
അലാസ് ഇതെല്ലാം എന്താണ്? ഇന്റർജെക്ഷൻസ് ആണ്. ഏതാണ്? ഇന്റർജെക്ഷൻസ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. വാവ് ദാറ്റ് ബേർഡ് ഈസ് ഹ്യൂജ്. വാവ് ദാറ്റ് ബേർഡ് ഈസ് ഹ്യൂജ്. ഹോ റിയലി ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഹോ റിയലി ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഏ ഐ ഗോട്ട് ഹർ നമ്പർ. ഏ ഐ ഗോട്ട് ഹർ നമ്പർ. അപ്പോൾ നോക്കിയേ എക്സാമ്പിൾസ് ഏതൊക്കെയാ? വാവ് ദാറ്റ് ബേർഡ് ഈസ് ഹ്യൂജ്. ഹോ റിയലി ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഏ ഐ ഗോട്ട് ഹർ നമ്പർ. അപ്പം അതിലൊക്കെ നമ്മൾ വോ, ഹോ, എ എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻസ് നമ്മൾ ആ സെൻറ്റൻസിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിച്ചിട്ടുണ്ട്? ആ ഒരു വാവ്, ഹോ, ഹേ എന്ന് പറഞ്ഞ ഇൻ്റർജെക്ഷൻസ് ഒക്കെ നമ്മുടെ എക്സാമ്പിൾസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ. അതിൻ്റെയൊക്കെ ശേഷം നമ്മൾ എന്തുപയോഗിച്ചിട്ടുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ ശേഷം നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതും എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ ഇൻ്റർജെക്ഷൻ പറയുമ്പോൾ വരുന്നൊരു എക്സാമ്പിളാണ്. അതും എന്താണ്? ആശ്ചര്യത്തോട് കൂടിയിട്ട് ആ പെൺകുട്ടിയുടെ ഭംഗിയെ വർണ്ണിക്കാൻ നമ്മൾ ഉപയോഗിച്ചൊരു ടേമാണ്. അതിൽ നമ്മൾ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർജെക്ഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വാവ് വെരി ബ്യൂട്ടിഫുൾ ഗേൾ. വാവ് വെരി ബ്യൂട്ടിഫുൾ ഗേൾ. അവിടെയും നമ്മൾ എന്താണ്? വാവ് എന്ന് പറയുന്നതും ഇൻ്റർജെക്ഷനാണ്. ആ ബ്യൂട്ടിഫുൾ ഗേളിനെ കണ്ട സമയത്ത് വരുന്നൊരു എന്താണ്? സഡൻ റിയാക്ഷനാണ്. മനസ്സിലായോ? ദെൻ നോക്കിയേ, ഈ ഒരു ഇൻ്റർജെക്ഷൻസിൻ്റെ കുറച്ച് പാർട്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതൊന്നുമല്ല, എന്നാലും ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നു. എന്താണ്? ഇൻ്റർജെക്ഷൻസ് ഓഫ് ഗ്രീറ്റിംഗ്. ഇൻ്റർജെക്ഷൻസ് ഓഫ് ഗ്രീറ്റിംഗ്. ഹേയ്, ഹലോ, ഹായ്. എന്താണ്? ഗ്രീറ്റിംഗ്സിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർജെക്ഷൻസ് ഏതൊക്കെയാണ്? ഹേയ്, ഹലോ, ഹായ്. Interjections of building farewell. Bye, goodbye, see you. Interjections of praise. Great, well done. Interjections of anchor. What? Interjections of surprise. Wow. Interjections of sorrow. Alas. ഇതൊക്കെ എന്താണ്? ഇൻ്റർജെക്ഷൻസിൻ്റെ ഓരോ പാർട്സുകളാണ്. ഏതൊക്കെ? ഗ്രീറ്റിംഗ്, ബിൽഡിംഗ് ഫെയർവെൽ, പ്രൈസ്, ആങ്കർ, സർപ്രൈസ്, സോറോ. ഈ ഒരു പ്രതികരണമൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ഈ ഒരു സഡൻ റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് അതിൻ്റെ കൂടെ പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻ്റർജെക്ഷൻ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്ത് റിയാക്ഷൻസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഇൻ്റർജെക്ഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും ആ ഒരു അതിൻ്റെ പാർട്സുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് പറഞ്ഞത്, പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏറ്റവും കുഞ്ഞു ടോപ്പിക്കാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വൈഡായിട്ടൊന്നും പഠിക്കാനില്ലാത്തൊരു ഭാഗമാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻ്റർജെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ വരേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനമാവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിക്കോട്ടെ, അതിൻ്റെ നമ്മൾ ആ ഒരു സഡനായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇൻ്റർജെക്ഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ എന്താണെന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ട് അറിയാവുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.